അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആനപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ്. ഇതൊരു മൗണ്ടൈൻ ടോപ്പാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മലനിരകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നോക്കിയേ എത്ര ലെയർ മലകളാണെന്ന് നോക്കിയേ, ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് മലയുണ്ട്. ഈ കാണുന്നത് നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ വ്യൂ ആണ്. നാടുകാണി എന്ന് പറയുന്ന വ്യൂ പോയിന്റ് ആണ് ഇത് ഈ കാണുന്നത്. അവിടെ കുറച്ച് ജീപ്പുകളൊക്കെ കിടപ്പാണ് കാണാം. ജീപ്പ് സഫാരിക്കാർ വന്ന് സൺസെറ്റ് കാണിക്കുന്ന വ്യൂ പോയിന്റ് ആണ്. അതിനേക്കാളിലൊക്കെ ഒരുപാട് ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സൂര്യൻ നമ്മുടെ ലെവലിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഈ ആനപ്പാറ എന്ന് പറയുന്ന ഈ അതിമനോഹരമായ വ്യൂ പോയിന്റിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള 5 ഏക്കർ സ്ഥലം ഞങ്ങളുടെ സ്വന്തം പ്രൊജക്റ്റ് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആനപ്പാറ. നമ്മളിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ റോഡ് കണ്ടോ? ഈ റോഡിൽ ആ പോസ്റ്റ് കാണുന്നുണ്ടോ? അവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ സ്ഥലം. ഇതൊക്കെ പുതിയ ഡെവലപ്മെന്റ്സ് വരുന്നതാണ്. ഇവിടെ പുതിയ റിസോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. മൂന്നാറിലെ ഏറ്റവും കൂടുതൽ ഇപ്പം ഒട്ടും ക്രൗഡഡ് അല്ലാത്ത മനോഹരമായ വ്യൂ ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിനാണ് മൂന്നാറിൽ ഡിമാൻഡ്. ഇതുണ്ട്, അവിടെ സൺസെറ്റ് കാണാം. നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ആ പോസ്റ്റ് ഉണ്ടോ, അവിടെ വരെ നമ്മുടെ ലാൻഡാണ്. ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇങ്ങോട്ടേക്ക് കയറാനുള്ളത് ഈ റോഡിൻ്റെ 2 സൈഡും ഒക്കെ നമ്മുടെ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ ഉയരത്തിലുള്ള ഏറ്റവും ടോപ്പിൽ വരുന്ന 5 ഏക്കർ ലാൻഡാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടോ? ആനപ്പാറ അങ്ങോട്ടുള്ള വ്യൂ പോലെ തന്നെ അതിനേക്കാളും അടിപൊളി വ്യൂ ആണ് ഇങ്ങോട്ട്. ഇവിടെ നിന്നാൽ നമുക്ക് അവിടെ ആനച്ചാല് കാണാം, മൂന്നാർ കാണാം, അതുപോലെ ദേവികുളം കാണാം, ഗ്യാപ്പ് റോഡ് കാണാം, പിന്നെ ഈ ചക്രമുടി പീക്ക് കാണാം. അതായത് ഇത് ആനമുടി കഴിഞ്ഞാൽ കേരളത്തിലെ 2ാമത്തെ ഉയരം കൂടിയ മലനിരയാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. ഇന്ന് നല്ല തെളിച്ചമുണ്ട്. സാധാരണ ഈ സമയത്ത് ഇവിടെ കംപ്ലീറ്റ് കോടമഞ്ഞാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു വലിയ വാലി വ്യൂ ആയിരിക്കും നമ്മുടെ ഇവിടെ വരുന്ന ഈ 5 സ്റ്റാർ റിസോർട്ടിൻ്റെ ഈച്ച് ആൻഡ് എവറി റൂമിൽ നിന്ന്, എല്ലാ സ്വീറ്റ് റൂമിൽ നിന്നും, എല്ലാ പൂൾ വില്ലയിൽ നിന്നും എല്ലായിടത്തും കാണുന്നത് ഈ ഒരു അടിപൊളി വ്യൂ ആയിരിക്കും. ആക്ച്വലി ഈ 5 ഏക്കറിൽ വരുന്നത് മൂന്നാറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൗണ്ടൻ ടോപ്പ് ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ റിസോർട്ടാണ്. അതിൻ്റെ മെയിൻ ഹോട്ടൽ ബിൽഡിംഗ് വരുന്നത് ആ പച്ച നെറ്റടിച്ചിരിക്കുന്ന ആ ഭാഗത്താണ്. അവിടെയാണ് നമ്മുടെ റിസപ്ഷൻ, ലോബി, അതുപോലെ തന്നെ ഇവിടുന്ന് ഈ വാലിയിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റി പൂൾ വരുന്നുണ്ട്, വലിയ പൂള്. അതിനോട് ചേർന്ന് നമ്മുടെ മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, പിന്നെ ആയുർവേദിക് ആൻഡ് വെസ്റ്റേൺ സ്പാ, പിന്നെ താഴെ കാണുന്ന ആ ഭാഗത്ത് നമ്മൾ ഏറ്റവും ക്ലോസ് ടു നാച്ചർ ആയിട്ടുള്ള ഒരു യോഗ മെഡിറ്റേഷൻ ഡെക്ക്, മറ്റ് റിക്രിയേഷൻ ഫെസിലിറ്റീസ്, പല കാറ്റഗറിയിലുള്ള ലക്ഷറി സ്വീറ്റ് റൂംസ്, അങ്ങനെ ഒരു 5 സ്റ്റാർ റിസോർട്ടിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇവിടെ വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടെ സൈറ്റ് വിസിറ്റിന് നേരിട്ട് വരുമ്പോൾ പറഞ്ഞു തരാം. ഇത്രയും മനോഹരമായിട്ടുള്ള, ലീഗലി ഇത്രയും ഓക്കെ ആയിട്ടുള്ള 360 വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം മൂന്നാറിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം. നമ്മുടെ മൂന്നാറിൻ്റെ എല്ലാ അട്രാക്ഷനിലേക്കും വളരെ ഈസി ആക്സസ്സും ആണ് ഇവിടുന്ന്. അതാണ് ഇവിടുന്ന് വേറൊരു പ്രത്യേകത. അപ്പം ആ കാണുന്ന പോർഷനിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രൈവറ്റ് പൂൾ വില്ലാസ്, വളരെ അൾട്രാ ലക്ഷറി ആയിട്ടുള്ള പൂൾ വില്ലാസിൻ്റെ ഒരു ഏരിയ ആണത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സോ ഈ കാണുന്നത് 5 മീറ്റർ വീതിയിൽ വരാൻ പോകുന്ന റോഡാണ്. ഓക്കെ, ഇതിൻ്റെ 2 സൈഡിലും 5 മീറ്റർ മിറ്റം കഴിഞ്ഞിട്ടാണ് വില്ലകൾ വരാൻ പോകുന്നത്. അപ്പം മൊത്തത്തിലൊരു 15 മീറ്റർ വീതി വരുന്ന ഒരു മനോഹരമായ ഗാർഡനിലൂടെ നടക്കുന്ന ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ ഇപ്പം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗാർഡൻ വില്ലാസ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു 2 മാസം ആയിട്ടുള്ള സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ ഒരു വില്ലയുടെ ഒരു 2 സ്റ്റോറിയിൽ വരുന്ന ലക്ഷറി പൂൾ വില്ലയുടെ ഏറ്റവും ഗ്രൗണ്ട് ലെവൽ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങോട്ടും നമുക്ക് സ്ഥലമുണ്ട്. ചെറുതായിട്ട് റോഡ് ഇവിടെ തെളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. എന്താ ഭംഗിയെന്ന് നോക്കിയേ. ഇവിടെ നല്ല തണുപ്പത്ത്, നല്ല മഞ്ഞത്ത്, ഈ ബാൽക്കണിയിൽ അതിവിശാലമായിട്ടുള്ള ഈ വ്യൂ ഒക്കെ കണ്ട് നോക്കിയേ, ഒന്ന് ഇരിക്കുന്ന ഒരു ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ഭംഗിയെന്ന് നോക്കിയേ. വേണ്ട, സൂപ്പർ വ്യൂ ആണ്, സൂപ്പർ വ്യൂ. അപ്പോൾ ഇപ്പം ഇവിടെ ഒരു വില്ല സ്വന്തമാക്കുന്നവർ ഭാഗ്യവാന്മാർ, അതിഭാഗ്യവാന്മാർ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗത്ത് അവിടെ റീറ്റൈനിങ് വാൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ വേറെ റീറ്റൈനിങ് വാളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പൂളിൻ്റെ വർക്കാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏറ്റവും താഴ്വശമാണ്. ഓക്കെ, ഇനി അതിൻ്റെ മേളിലേക്കായിരിക്കും ഒരു 1 മീറ്റർ 1.5 മീറ്റർ പൊക്കത്തിലേക്ക് പൂള് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ലെവൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ മരത്തിൻ്റെ ഈ ഒരു പൊക്കത്തിൽ വരും. കണ്ടോ, അതിൻ്റെ ഒരു ഗ്രൗണ്ട് ലെവൽ വരും. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വില്ലകളില്ല, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് വില്ലാസ് ആണ് ഈ എക്സ്ക്ലൂസീവ് പൂൾ വില്ലാസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. വില്ലയുടെ ബാൽക്കണിന്നൊക്കെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എയറിൽ നിൽക്കുന്ന ഫീൽ വരും. അതായത് ബെഡ്റൂമിൽ നിന്ന് മാത്രം ആക്സസ് ഉള്ള പ്രൈവറ്റ് പൂളാണ്.
രണ്ട് സൈഡിൽ നിന്നും ആർക്ക് കാണാൻ കഴിയില്ല, മേളിൽ നിന്നും ആർക്ക് കാണാൻ കഴിയില്ല. ഇനി കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രൈവറ്റായിട്ട്, ഇപ്പോൾ ഒരു കപ്പിളോ ഒരു ഫാമിലിയോ വളരെ പ്രൈവറ്റായിട്ട് പൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ കാണണമെന്നുണ്ടെങ്കിൽ ഇതേ ആ മലയിൽ നിന്ന് ഒരു ഡ്രോൺ ക്യാമറ പറന്നു വന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അത്രയും പ്രൈവസിയുള്ള പൂൾ വില്ലാസാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് മൂന്നാറിൽ തന്നെ വളരെ ലിമിറ്റഡ് നമ്പർ പൂൾ വില്ലാസാണ് അവൈലബിൾ ഉള്ളത്. അപ്പം ഇവിടെ ഒരു വില്ല സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നവർ വളരെ പെട്ടെന്ന് വന്ന് ബ്ലോക്ക് ചെയ്തോളൂ. ഇത് മൂന്നാറിൽ നിന്ന് നമ്മൾ ആനച്ചാലിൽ ഇപ്പോൾ ഒരുപാട് റിസോർട്ടൊക്കെ ആയി, അവിടെ വ്യൂവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആനച്ചാലിൽ നമ്മൾ ബൈസൺ വാലി ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന വഴിക്ക് രാജാക്കാട് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആക്കാൻ തോന്നില്ല. അത്രയും മനോഹരമായിട്ടുള്ള വാലി വ്യൂസും സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. സ്റ്റിൽ ഇവിടെ നല്ല കാറ്റാണ്. അതുകൊണ്ടോ നല്ല കാറ്റാണ്, എപ്പോഴും നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെയാണ്. രാത്രി ഇവിടെ നിൽക്കാൻ പറ്റില്ല മക്കളെ, അതുപോലെ തണുപ്പാണ്. രാത്രി പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ഇരുന്ന് കാണുന്ന പോലെ അവിടുന്ന് കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. കാരണം മൂന്നാറിലെയും ആനച്ചാലിലെയും ദേവികുളം ഈ ഭാഗങ്ങളിലുള്ള മുഴുവൻ റിസോർട്ടുകളുടെ ഒക്കെ ലൈറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് സൈറ്റിൽ വരിക, ബുക്ക് ചെയ്യുക, നല്ല പൈസ എല്ലാ മാസം വരുമാനം നേടുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ.